നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ചേർത്തല ഗവൺമെന്റ് ആശുപത്രിക്ക് നേരെ ഗുരുതര ആരോപണവുമായി മധ്യവയസ്കന്റെ കൈ ഓപ്പറേഷൻ ചെയ്ത് 5 ചില്ലുകൾ പുറത്തെടുത്തു. ചേർത്തല KVM ആശുപത്രി സർജനാണ് ബുധനാഴ്ച ശസ്ത്രക്രിയയിലൂടെ ചില്ല് പുറത്തെടുത്തത്. തുറവൂർ പഞ്ചായത്ത് 13-ാം വാർഡ് മേനോൻ വീട്ടിൽ രാധാകൃഷ്ണപിള്ളയ്ക്ക് ഇക്കഴിഞ്ഞ ഡിസംബർ 16-ാം തീയതി രാവിലെ 8:30 ഓട്ടോ മറിഞ്ഞ് അപകടമുണ്ടായി. തലയ്ക്കും കൈക്കും പരിക്കേറ്റ രാധാകൃഷ്ണപിള്ളയെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലയ്ക്ക് പിന്നിലും വലതു കൈയിലുമായി ഉണ്ടായ വലിയ മുറിവ് തുന്നി 10 മണിയോടെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ ബ്ലഡിൽ കുളിച്ച് കിടന്നപ്പോഴത്തേക്കും അവിടെയുള്ള നാട്ടുകാരാണ് എന്നെ ഗവൺമെൻറ് ആശുപത്രി ചേർത്തല താലൂക്ക് ആശുപത്രി കൊണ്ടുവന്നത്. അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞ് വിട്ടതാണ്. ആഴ്ചകൾ കഴിഞ്ഞ് മുറിവുണങ്ങെങ്കിലും വലതു കൈക്ക് ശക്തമായ വേദന ഉണ്ടായതിനെ തുടർന്ന് ചേർത്തല KVM ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ നടത്തിയ എക്സ്റേയിലാണ് ചില്ലുകൾ കൈക്കുള്ളിൽ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. കിടന്നില്ല, ആദ്യം ഒരു ദിവസം പോയി, പിന്നെ തിരിച്ചു വന്ന് ഇന്നലെ പോയിച്ചും അവർ കട്ട് ചെയ്യാനാണ് പറഞ്ഞത്. മുറിച്ച് മാറ്റണം, ആ സാധനം അതിനകത്തുണ്ട്, ചില്ലുണ്ടെന്ന് പറഞ്ഞു. ആ ചില്ലെടുത്ത് എൻ്റെ തരികയും ചെയ്തു. രാധാകൃഷ്ണപിള്ളയുടെ കയ്യിൽ നിന്ന് ശസ്ത്രക്രിയയിലൂടെ 5 ചില്ല് കഷ്ണങ്ങളാണ് പുറത്തെടുത്തത്. ചേർത്തല ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറുടെ അനാസ്ഥയ്ക്കെതിരെ മുഖ്യമന്ത്രി, ജില്ലാ മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് രാധാകൃഷ്ണപിള്ള. എൻ്റെ മേലിഞ്ഞ് ആർക്കും ഇങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകരുത്, പരാതി കൊടുത്തേ പറ്റുള്ളൂ. 60 വയസ്സായ രാധാകൃഷ്ണപിള്ളയ്ക്ക് ഷുഗർ ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ ഗുരുതരമായില്ല. അല്ലെങ്കിൽ കൈക്കുള്ളിൽ പഴുപ്പ് കയറി കൈ മുറിക്കേണ്ട സാഹചര്യം ഉണ്ടായേനെയെന്നും ഡോക്ടർ അറിയിച്ചതായി രാധാകൃഷ്ണപിള്ള പറഞ്ഞു. തുറവിൽ നിന്നും പ്രസാദ് കൃഷ്ണൻകുട്ടി,